ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഇവരെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇതിന്റെ വിഷയത്തിന്റെ തലക്കെട്ട് കൃപാവരങ്ങളും അന്യഭാഷ എന്ന് പറയുന്ന തലവാചകത്തോടു കൂടിയാണ് എന്ന് നമ്മൾ അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ കൃപാവരങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന്റെ ഇടയിൽ അനേകം രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് വരങ്ങളാണ് പ്രവചനവരവും അതുപോലെ തന്നെ അന്യഭാഷാ വരവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ അന്യഭാഷാ വരത്തെ അല്ലെങ്കിൽ ഭാഷാവരത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മോടൊപ്പം ചേരുന്നു എൽഡർ തോമസ് കളപ്പുരയിൽ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും പതിപോലെ നമ്മോടൊപ്പം ചേരുന്നു ബ്രദർ ജിജി ചെറിയാൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നു ബ്രദർ റെജിമൻ മാത്യു, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രാർത്ഥനയും നമ്മെ പതിപോലെ ബ്രദർ ജിജി ചെറിയാൻ നയിക്കുന്ന. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ സന്ധ്യാവേളയിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ വചനവുമായിട്ട് ഇരിക്കുവാനായിട്ട് തരുന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് പ്രവചനവരവും അതുപോലെ അന്യഭാഷയും അതുപോലെ കൃപാവരങ്ങളെ കുറിച്ചുള്ള ഈ ഒരു ചർച്ചയിൽ കർത്താവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്ന ഓരോ വചനവും ഓരോ കാര്യങ്ങളും കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുകയും അതുപോലെ ഇത് കാണുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപയാൽ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ട് കർത്താവ് സഹായിക്കണം. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കർത്താവിന്റെ വരവ് വരെ അത് നിലനിൽക്കുവാനായിട്ടും അനേകം പേരെ കർത്താവ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാനായിട്ടും ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ക്രിസ്തുയേശുവിനെ നാം ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാണമേ. കൃപാവരത്തിലെ ഒരു വരമായിട്ടുള്ള ഭാഷാവരത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് തന്നെ തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നൽകുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരുവൻ സ്വീകരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ഒന്ന് അനുസരണവും, രണ്ട് മാനസാന്തരവുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് രണ്ട് വാക്യങ്ങൾ വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകണം, അതുപോലെ തന്നെ അനുസരണം ഉണ്ടാവണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പാപക്ഷമ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതോടൊപ്പം കർത്താവ് യേശു ക്രിസ്തു ആ വ്യക്തിയിൽ ആവസിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതായിട്ടും തിരുവചനം രേഖപ്പെടുത്തുന്നു. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? ആ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നു. നമുക്കത് വായിക്കാം. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവുമില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫലങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ദൈവം ഓരോരുത്തർക്ക് അവരുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൃപാവരങ്ങളും കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നു. അപ്പൊ എന്തൊക്കെയാണ് വിവിധ കൃപാവരങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടും. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ,
മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇനി ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നത്, എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിൽ വരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഇല്ലെന്നാണ് ഉത്തരം. ദൈവം വ്യത്യസ്ത വരങ്ങളാണ് വിവിധ വ്യക്തികൾക്ക് നൽകപ്പെടുന്നതെന്ന് ഈ വാക്യം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുത ഇതാണ്: എല്ലാവർക്കും ഒരുപോലെ കൃപാവരങ്ങൾ ലഭിക്കുന്നില്ല എന്നും, കൃപാവരങ്ങൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചല്ല ദൈവം തരുന്നത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനാണ് സാധിക്കും. നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന ഭാഷാവരത്തെ സംബന്ധിച്ചാണ്. ഭാഷാവരവും മറ്റ് കൃപാവരങ്ങളെക്കാൾ പ്രാധാന്യമുള്ള ഒരു വരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വരങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെതായിട്ടുള്ള അത് ഉപകാരവും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള യൂസും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് അന്യഭാഷ വരം അല്ലെങ്കിൽ വിവിധ ഭാഷാ വരം ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നതാണ് ഈ വാക്യങ്ങളിൽ നിന്ന് തെളിയിക്കുന്നത്. നമ്മളിനി പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഭാഷാവരത്തെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നു. ഭാഷാവരത്തെ സംബന്ധിച്ച 3 ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്നും. തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഭാഷാവരത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. പെന്തക്കോസ്ത് നാളിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഉൽപ്പത്തി 11-ാമത്തെ അധ്യായത്തില് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബാബേൽ ഗോപുരത്തെ കുറിച്ച്. നമുക്കറിയാം, പ്രളയത്തിന് ശേഷം ലോകത്തെ ദൈവം പ്രളയം വഴി ലോകത്തെ നശിപ്പിക്കുകയും അതിനുശേഷം വീണ്ടും ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ദൈവത്തോട് എതിർക്കുകയും ആകാശത്തോളം അല്ലെങ്കിൽ സ്വർഗത്തോളം ഉയരുന്ന ഒരു ഗോപുരം ഉണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിച്ച്, ഇനി ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ കയറി രക്ഷപ്പെടുമെന്നുള്ള ദൈവത്തോട് മറുതലിക്കുന്ന ഒരു കാര്യം അവരോട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ദൈവം ഈ പല ഭാഷയെ അയച്ച് അവരെ ചെതറിച്ച് കളയുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുവരെ ലോകത്തില് ഒരു ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെന്തക്കോസ്ത് നാൾ എന്താണ് ചെയ്യുന്നത്? ദൈവം വീണ്ടും ചിതറിക്കിടക്കുന്നവരെ ശേഖരിക്കുവാനായിട്ട് ഈ ഭാഷാവരത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യ ഫലങ്ങളുടെ പെരുന്നാളിനെ പിന്തുടരുന്ന 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് നാൾ. ഇതിനെ വിളവെടുപ്പിന്റെ പെരുന്നാൾ, വാരോത്സവ പെരുന്നാൾ എന്നിങ്ങനെ വിളിച്ചിരുന്നു. അപ്പൊ പഠനാവശ്യത്തിനായിട്ട് ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിലെ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ ജനങ്ങളെ 3ആയിട്ട് നമ്മൾ തിരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാര് അവരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആവർത്തനം 16-16 സൂര്യന്റെ കീഴിൽ പാർത്തിരുന്ന എല്ലാ യഹൂദരും യഹോവയുടെ മുമ്പാകെ ഉത്സവങ്ങളെ ആഘോഷിക്കുവാനായിട്ട് യെരൂശലേമിൽ 3 വട്ടം വരണമെന്ന് കൽപ്പനയുണ്ടായിരുന്നു. അതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തനം 16-16 നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരേണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. അപ്പോൾ യെരൂശലേമിൽ വാരോത്സവത്തിനായി കടന്നു വന്ന ആളുകളുടെ പട്ടിക പ്രവൃത്തികളുടെ പുസ്തകം നൽകുന്നുണ്ട്. അത് പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യവും പിന്നെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? 9-ാമത്തെ വാക്യം: പർഥ്യരും മേദ്യരും എലാമ്യരും മെസൊപ്പൊട്ടാമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും 10-ാമത്തെ വാക്യം: പൊന്താസിയിലും ആസിയയിലും ഫ്രിഗ്യയിലും പംഫുലേനിയയിലും മിസ്രൈമിലും കുറേനിക്ക് ചേർന്ന ലിബ്യാ പ്രദേശത്ത് പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായിട്ടുള്ള നാം. ഇതാണ് ഇതിലെ പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിലെ ആദ്യത്തെ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ. പിന്നെ 2-ാമത്തെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ്. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാര് പരിശുദ്ധാത്മാവിനെ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഒരു ഗ്രൂപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടരായിരുന്നു എന്നുള്ളതാണ് പ്രവൃത്തികൾ 2-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്.
ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവർ 120 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രവർത്തികൾ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് സംഭവിച്ചു. എന്താണ്? പ്രവർത്തികൾ 2:2 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിടുന്ന വീട് മുഴുവനും നിറച്ചു. അപ്പൊ മാളിക മുകളില് തടിച്ചുകൂടിയ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് പ്രവർത്തികളുടെ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തില് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ അവിടെ ഒരു അമാനുഷികമായിട്ടുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രതിഭാസം നടക്കുമ്പോൾ പുറത്തു നിന്നുള്ള ആളുകളെല്ലാം തടിച്ചു കൂടുന്നതായിട്ട് പ്രവർത്തികൾ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. അപ്പോൾ മുറിക്കുള്ളിലെ ആളുകള് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ യെരുശലേമിൽ കടന്നു വന്ന ഈ ഭക്തരായ യഹൂദന്മാര് അത്ഭുതപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രവർത്തികൾ 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയക്കാർ അല്ലയോ? അപ്പോൾ ഈ ഗലീലിയക്കാരായിട്ടുള്ള ഇവരെ സംസാരിക്കുമ്പോൾ മറ്റുള്ള ഭാഷയിൽപ്പെട്ട മറ്റുള്ള ഭാഗത്തു നിന്നും വന്ന യഹൂദന്മാർക്ക് അവരുടെ ഭാഷയിൽ തന്നെ മനസ്സിലാകുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. പിന്നെ 3-ാമത്തെ ഒരു ഗ്രൂപ്പ് അവര് യഹൂദ നിവാസികളായിട്ടുള്ള മറ്റൊരു സംഘമാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അവരെ പരിഹസിക്കാൻ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പരിഹസിക്കാൻ, അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നവരെ പരിഹസിക്കാനായിട്ട് ഈ കൂട്ടര് തുടങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പ്രവർത്തികൾ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു. 14-ലും 15-ലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരം അത്രേ ആയിട്ടുള്ളൂവല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പാണ്, ഈ കളിയാക്കുന്ന ഒരു ഗ്രൂപ്പാണ് 3-ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്നും വിശകലനം ചെയ്ത് പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ പഠിച്ച അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ച ഭാഗത്ത് നിന്നും ചില ചോദ്യങ്ങൾക്ക് ആദ്യമായിട്ട് ഉത്തരം കണ്ടെത്താം. നമുക്ക് തുറന്ന് പഠിക്കാം. അപ്പോൾ നമ്മള് പെന്തക്കോസ്ത് നാളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പൊ അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ചോദിക്കാൻ തൊക്കെ ആഗ്രഹിക്കുകയാണ്. ചില പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. അതിൽ 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ സംഭവ സ്ഥലത്ത് എത്ര ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം, അവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് യെരുശലേമിലേക്ക് വന്നിരിക്കുന്ന യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. 2, ഈ മാളിക മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഏകദേശം 120 പേരുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് വന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ചുറ്റുപടം താമസിക്കുന്നതായ ദേശക്കാരായ യഹൂദ നിവാസികൾ, അവരെ പരിഹസിച്ചുകൊണ്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 കൂട്ടരും ആ ഭാഗത്ത് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി ശിഷ്യന്മാരെ വിചിത്രമായ ഒരു ഭാഷ സംസാരിക്കുവാൻ പര്യാപ്തമാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്നത്, തീർച്ചയായിട്ടും അവര് ആത്മാവിന്റെ ശക്തിയാൽ വിചിത്രമായ ഒരു ഭാഷയല്ല അവിടെ സംസാരിച്ചത്. പകരം യെരുശലേമിൽ തടിച്ചുകൂടി ഭക്തരായ യഹൂദന്മാരോട് അവരവരുടെ ഭാഷകളിലാണ് സംസാരിച്ചത് എന്ന് കാണാൻ കൊണ്ട് സാധിക്കും. പിന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഇപ്രകാരമാണ്, അവിടെ വന്നിരുന്ന എല്ലാ ആളുകൾക്കും അന്യഭാഷാപരം ലഭിച്ചിരുന്നു? അല്ല, ഈ 120 പേര് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ അഭിഷേകം ലഭിച്ച സമയത്ത് എല്ലാവരും ആത്മാവിൽ അവിടെ സംസാരിച്ചോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്രകാരമല്ല അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കുന്നത്. പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. പത്രോസിന് ആത്മാവിന്റെ ശക്തി ലഭിച്ചിരുന്നു എങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. തൊട്ടടുത്ത വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 14-ും 15-ഉം വായിക്കുമ്പോൾ അവിടെ പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണി നേരമല്ലേ ആയിട്ടുള്ളൂ എന്നവിടെ പത്രോസ് പറയുന്നു. അപ്പോൾ പത്രോസ് അവിടെ പറയുമ്പോൾ താൻ അന്യഭാഷ സംസാരിക്കുന്നില്ല, ബാക്കിയുള്ളവരാണ് ഭാഷ സംസാരിക്കുന്നത്. ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാവും. 15-ാം വാക്യം വളരെ കൃത്യമാണ്, ഇവർ ലഹരി പിടിച്ചവരല്ല എന്നാ പത്രോസ് പറയുന്നത്. പത്രോസ് അന്യഭാഷ സംസാരിച്ചിരുന്നുവെങ്കിൽ അവിടെ പത്രോസ് ഉപയോഗിക്കേണ്ട ഭാഷ ഞങ്ങൾ എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല എന്ന് വേണമായിരുന്നു അവിടെ പറയാനായിട്ട്. അപ്പൊ ഈ വാക്യത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും, പത്രോസിന് കൃപാവരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അന്യഭാഷയിൽ സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ പത്രോസിന് പ്രവചനപരം ഉണ്ടായിരുന്നു, രോഗശാന്തിപരം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഈ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അന്യഭാഷയിൽ സംസാരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇനി ഈ ഭാഷാപരത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. ഭാഷാപരത്തിന്റെ ഉദ്ദേശം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇത് വാരോത്സവത്തിന് യെരൂശലേമിൽ തടിച്ചുകൂടിയ ഭക്തരായ യഹൂദന്മാരോട് ഭാഷാപരം ലഭിച്ച ശിഷ്യന്മാരെല്ലാവരും ഈ സുവിശേഷം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ഏകദേശം 3000 പേർ സ്നാനപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ തിരിച്ചു പോയപ്പോൾ അവരുടെ രാജ്യങ്ങളിലേക്ക് ഈ സുവിശേഷം എത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ അന്യഭാഷ കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സുവിശേഷം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ആ പെന്തക്കോസ്ത് നാളിൽ അവർ കൂടി വന്നപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നത്. അവിടെ എല്ലാവർക്കും അന്യഭാഷ ലഭിച്ചിരുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ സംസാരിച്ച ഭാഷ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതും ഒക്കെ ഉള്ള കാര്യം നമ്മൾ കണ്ടു. നമുക്ക് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് അന്യഭാഷ സംസാരിച്ചതായിട്ട് തിരുവചനം പറയുന്നു. നമുക്ക് അതിനെപ്പറ്റി തുറന്നു പഠിക്കാം. ഇനി ഭാഷാപരത്തെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ ഇൻസിഡന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കൊർന്നേലിയസിന്റെ ഭവനത്തിൽ വെച്ച് ആയിരുന്നു നടന്നതെന്ന് നമുക്ക് അറിയാം. വിജാതീയരിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ ആദ്യകാല സഭയിലെ ഒരു ബുദ്ധിമുട്ട് യഹൂദന്മാരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിഞ്ഞിരുന്ന ജാതി ചിന്തയായിരുന്നു. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ സഭ അഭിവൃദ്ധി പ്രാപിപ്പാൻ ഈ നടുച്ചുവർ മാറ്റേണ്ടതായിരുന്നു. ഈ തടസ്സം നീക്കാൻ ദൈവം തന്നെ മുൻകൈ എടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രവർത്തികളുടെ 10:1-2 നമുക്ക് വായിക്കാം. കൈസരയിൽ ഇത്താലിയ എന്ന പട്ടാളത്തിൽ കൊർന്നേലിയസ് എന്ന് പേരുള്ള ഒരു ശതാധിപതി ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ദൈവം ഒരു ദൂതനെ അയച്ച് കൊർന്നേലിയസിനോട് ഇങ്ങനെ കൽപ്പിച്ചു: ഇപ്പോൾ യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. അത് പ്രവർത്തികളുടെ 10:5 നമുക്ക് കാണാം. അതുകൊണ്ട് കൊർന്നേലിയസ് പത്രോസിനെ അന്വേഷിക്കാൻ തൻ്റെ ആളുകളെ ജോപ്പായിലേക്ക് അയക്കുന്നു. പിറ്റേ ദിവസം ദൈവം പത്രോസിന് ഒരു ദർശനം നൽകി. അത് പ്രവർത്തികളുടെ 10:11-12 വാക്യങ്ങളിൽ നമുക്ക് കാണാം. അത് നമുക്ക് വായിക്കാം. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തൂപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവുകളും ഉണ്ടായിരുന്നു. അതിനെ എല്ലാം കൊന്നു ഭക്ഷിപ്പാൻ 3 പ്രാവശ്യം പത്രോസിനോട് ദൈവം ആവശ്യപ്പെട്ടെങ്കിലും മലിനമോ അശുദ്ധമോ ആയതൊന്നും താൻ ഒരിക്കലും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പത്രോസ് അത് നിഷേധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പത്രോസ് ദർശനത്തിന്റെ അർത്ഥം തേടുന്നതിനിടയിൽ വാതിലുകൾക്കരികിൽ കാത്തു നിൽക്കുന്ന കൊർന്നേലിയസിന്റെ ആളുകളെ കാണാൻ ആത്മാവ് അവനെ നിർദ്ദേശിച്ചതായും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പത്രോസിന് ആ ദർശനത്തിന്റെ അർത്ഥം മനസ്സിലായി. കാരണം പത്രോസ് കൊർന്നേലിയസിന്റെ ഭവനത്തിൽ പോയി ഇങ്ങനെ വിശദീകരിക്കുന്നതായി പ്രവർത്തിയുടെ 10:28 നമുക്ക് കാണാം. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധമോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതിനുശേഷം പത്രോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിപ്പാൻ തുടങ്ങി. അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പെന്തക്കോസ്ത് നാളിൽ നടന്നതുപോലെ പരിശുദ്ധാത്മ അഭിഷേകം വിജാതീയരുടെ മേൽ ഇറങ്ങി. പെന്തക്കോസ്തിൽ ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ ഭാഷാവരം അവർക്ക് നൽകപ്പെട്ടു. പ്രവൃത്തികളുടെ 10:44 മുതൽ 46 വരെ നമുക്ക് നോക്കാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരും മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ഇവിടെ അന്യഭാഷകൾ അല്ല, അത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവൃത്തികളിലൂടെ, അതായത് പ്രവൃത്തി പുസ്തകത്തിന്റെ 10:34 പറയുന്ന പ്രകാരം ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് അവർക്ക് മനസ്സിലായി.
രക്ഷ യഹൂദർക്കും വിജാതിയർക്കും തുല്യമാണെന്നും പത്രോസിനോടൊപ്പം വന്ന യഹൂദ പ്രതിനിധികൾക്ക് ഈ സംഭവം ഒരു സൂചനയായി. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ആത്മാർത്ഥ ഹൃദയത്തോടും മാനസാന്തരത്തോടും കൂടെ അവനെ അന്വേഷിക്കുന്നവർക്ക് നൽകപ്പെടും എന്നും അവർക്ക് മനസ്സിലായി. എന്നാൽ ഇവിടെയുള്ള ചോദ്യം ഭാഷ ഒരു വിചിത്ര ഭാഷയാണോ എന്നതാണ്. അടുത്ത അധ്യായത്തിൽ പത്രോസ് തന്നെ ഇതിന് ഉത്തരം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് പ്രവൃത്തികളുടെ 11:15 വായിക്കാം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ മേൽ എന്നതുപോലെ അവരുടെ മേലും വന്നു. അതായത് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതുപോലെയാണ് ഇവിടെയും സംഭവിച്ചതെന്ന് പത്രോസ് സാക്ഷ്യം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ അവർ സംസാരിച്ചത് വിചിത്രമായ ഉച്ചാരണങ്ങളല്ല, മറിച്ച് മനുഷ്യരുടെ ഭാഷകളാണ് സംസാരിച്ചത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തുടർന്ന് മൂന്നാമത്തെ ഇൻസിഡന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഭാഷാവരത്തെ സംബന്ധിച്ച് മൂന്നാമത്തെയും അവസാനത്തെയും ഉദാഹരണം നമ്മൾ വായിക്കുന്ന പ്രവൃത്തികളുടെ പുസ്തകത്തില് 19-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ പൗലോസ് 12 പുരുഷന്മാരെ അവർ വീണ്ടും സ്നാനപ്പെടുത്തിയതിന്റെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. നമുക്കത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. സാന്ദർഭിക പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ ഇല്ലാത്തതിനാൽ ഈ ഭാഗം വ്യാഖ്യാനിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നിരുന്നാലും യോഹന്നാൻ സ്നാപകന്റെ ആശയത്തോട് യോജിക്കുന്ന ഒരു വിഭാഗക്കാരെയാണ് എഫെസോസിൽ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കത് വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. ഇപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് യോഹന്നാന്റെ ആശയത്തോട് പരിവർത്തനം വന്നവരായിരിക്കാം ഈ 12. എന്നാൽ അവര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അജ്ഞരായിരുന്നു എന്ന് അടുത്ത വാക്യം നമ്മളെ ബോധിപ്പിക്കുന്നു. 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചേരാം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ ശിഷ്യന്മാര് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചോ പിന്നീട് ക്രിസ്തീയ സഭയിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പുരോഗതിയെക്കുറിച്ചോ ഒക്കെ അറിവില്ലാത്തവരായിരിക്കണം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു എന്ന ഏകരക്ഷകരെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാർ യോഹന്നാന്റെ സ്നാനം ഏറ്റവരാണെന്ന കാര്യം ശ്രദ്ധേയമാണ്. അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയാത്തതിനാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സ്നാനമേറ്റില്ല. നമ്മളുടെ പ്രവൃത്തികളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിനും യോഹന്നാന്റെ സ്നാനം എന്നവർ ഉത്തരം പറഞ്ഞു. പൗലോസ് ഈ അപര്യാപ്തത മനസ്സിലാക്കി അവരോട് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ചു. അവരുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിന്റെ അടയാളമായിട്ട് അവരെ വീണ്ടും സ്നാനപ്പെടുത്തിയതായിട്ട് രേഖപ്പെടുത്തുന്നു. 4-5 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്, അവന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അവിടെ സ്നാനത്തിലൂടെ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അന്യഭാഷകൾ സംസാരിച്ചതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 12 പേർക്ക് ഒരു പുതിയ അനുഭവത്തിന്റെ ആധികാരികതയായിട്ടാണ് ദൈവം അവർക്ക് ഭാഷാവരം കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. 6-7 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഭാഷാവരം ഇവർക്ക് കൊടുക്കപ്പെട്ടത്? ചില പ്രധാന കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഒന്നാമത്തെ കാരണം, അവരുടെ സഹവിശ്വാസികൾക്ക് ഇതൊരു അടയാളമായിട്ട് പ്രവർത്തിച്ചു. അവിടെ ഈ പുതിയ വിശ്വാസം അവർക്ക് സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനും ഇതൊരു മാധ്യമമായിട്ട് മാറും. രണ്ടാമത്തെ കാരണം, സംശയാസ്പദമായിട്ടുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. അവരെ സഭയോട് ചേർക്കുവാനായിട്ട് സഭയ്ക്ക് ഇതൊരു അടയാളമായിട്ട് ഭവിച്ചു. അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് ഏഷ്യ മൈനറിലൊക്കെയും സുവിശേഷം അറിയിക്കുവാൻ ഈ ഭാഷാവരം അവരെ പ്രാപ്തമാക്കി മാറ്റി എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ ഈ 3 ഇൻസിഡന്റ് കണ്ടു. ബൈബിളിൽ കാണുന്ന 3 ഉദാഹരണങ്ങളാണ് ഭാഷാവരത്തെ സംബന്ധിച്ച്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഒരു മാനുഷിക ഭാഷയാണ് ഭാഷാവരത്തിലൂടെ അവർക്ക് ലഭിച്ചത് എന്ന വസ്തുതയാണ്.
അപ്പൊ നമ്മൾ ഇനി അത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഈ ഭാഷാപരം ഒരു വിചിത്ര ഭാഷ സംസാരിക്കുവാനായിട്ട് മനുഷ്യനെ പ്രാപ്തമാക്കുന്നു, അതോ മാനുഷികമായിട്ട് നിലനിൽക്കുന്ന ഒരു ഭാഷയാണോ എന്ന് നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. പിന്നെ വിചിത്രമായിട്ടുള്ള ഭാഷയാണോ ഈ ഭാഷാപരം, അതോ അറിയപ്പെടുന്ന ഒരു മാനുഷിക ഭാഷയാണോ, അല്ലെങ്കിൽ ഈ ലോകത്തില് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 1 കൊരിന്ത്യർ 14 ഭാഷകൾ എന്ന പ്രയോഗം അറിയപ്പെടുന്ന ഒരു മാനുഷിക ഭാഷയേക്കാൾ വിചിത്രമായിട്ടൊരു ഉച്ചാരണമാണ് എന്നുള്ളതാണ് പലരും, ഇന്നത്തെ പല ക്രിസ്ത്യാനികളും അങ്ങനെ വിശ്വസിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഭാഷ എന്നുള്ള പ്രയോഗം എല്ലായ്പ്പോഴും ഒരു മാനുഷിക ഭാഷയെ സൂചിപ്പിക്കാനാണെന്നും ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാത്ത വിചിത്രമായ ഉച്ചാരണമല്ലെന്നും നമുക്ക് തിരുവചനത്തിൽ നിന്നും വളരെ വ്യക്തമായിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് അന്യഭാഷ അല്ലെങ്കിൽ ഭാഷ എന്ന വാക്കിന്റെ ഉപയോഗം 16 തവണ ഈ ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 14 ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ അന്യഭാഷകൾ എന്ന പ്രയോഗം 5 തവണ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കിങ് ജെയിംസ് വേർഷനിൽ അല്ലെങ്കിൽ കിങ് ജെയിംസ് വേർഷനാണ് നമ്മൾ ഒരു അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ഓതന്റിക് ബൈബിൾ ട്രാൻസ്ലേഷൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ അന്യ എന്ന വാക്ക് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? ഇത് യഥാർത്ഥമായിട്ടുള്ള കൈയെഴുത്ത് പ്രതികളിൽ ഇല്ലായിരുന്നുവെന്നും എന്നാൽ വിവർത്തകര് അത് മനസ്സിലാക്കുന്നതിനായിട്ട് കൂട്ടിച്ചേർത്തതാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത് അന്യഭാഷ അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഗ്ലോസ എന്നതാണ്. അപ്പൊ അതിനാല് പൗലോസ് സംസാരിക്കുന്ന അപരിചിതമായ ഒരു അജ്ഞാത ഭാഷയല്ല, മറിച്ച് ഭൂമിയിൽ നിലവിലുള്ള ഒരു മാനുഷിക ഭാഷയാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനാൽ 1 കൊരിന്ത്യർ 14 ഓരോ തവണയും ഭാഷ അല്ലെങ്കിൽ അന്യഭാഷ എന്ന് വായിക്കുമ്പോൾ അതിനർത്ഥം എന്താണ്? അതൊരു മാനുഷിക ഭാഷയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഭാഷയോ ഭാഷകളോ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. 1 കൊരിന്ത്യർ 14:18 നമുക്കൊന്ന് വായിക്കാം. പൗലോസോട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, സഭയിലെ എല്ലാ അംഗങ്ങളെക്കാളും കൂടുതൽ ഭാഷകളിൽ സംസാരിക്കുന്നവനാണ് താനെന്ന് പൗലോസ് അവിടെ പറയുകയാണ്. അദ്ദേഹം ഭാഷയല്ല ഭാഷകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നത്തെ പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് പോലെ പൗലോസ് വിചിത്രമായ പല ഭാഷകളിൽ സംസാരിച്ചു എന്നല്ല പറയുന്നത്, ഭൂമിയിൽ നിലനിന്നിരുന്ന വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായിരുന്നു. കാരണം എന്താണ്? പൗലോസ് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പല ഭാഷകൾ സംസാരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താല് പല ഭാഷകളിൽ സംസാരിക്കുവാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് നമുക്ക് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ഈ അന്യഭാഷയെ കുറിച്ചുള്ള പ്രവചനം തന്നെ ദൈവവചനത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ നിയമത്തില്. അത് 1 കൊരിന്ത്യർ 14:21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കുമെങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എടുത്തിരിക്കുന്ന യെശയ്യാവ് 28-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. അപ്പൊ ദൈവം തന്റെ ജനത്തോട് അന്യഭാഷയിൽ സംസാരിക്കുമെന്നാണ് അവിടെ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ഭാഷയിൽ അന്യഭാഷ സംസാരിക്കുന്നവർ നമുക്കറിയാം, അന്യഭാഷ സംസാരിക്കുന്നത് അസ്രീയക്കാരായിരുന്നു. ഈ പ്രത്യേകിച്ചും യെശയ്യാവ് 28-ന്റെ ഈ ഒരു പശ്ചാത്തലം നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ കാലത്ത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ സംസാരിക്കുന്നത് അസ്രീയക്കാരായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ബൈബിള് ഹീബ്രുവിൽ എഴുതിയ പഴയ നിയമം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ലേഷൻ സെപ്റ്റുജുവന്റ് ആണ് ഈ ഒരു വിവർത്തനം നടത്തി, അല്ലെങ്കിൽ ഈ വിവർത്തനം സെപ്റ്റുജുവന്റ് ട്രാൻസ്ലേഷനിൽ ഈ അന്യഭാഷ എന്ന് വിവർത്തനം ചെയ്തത് അവരാണ്. ഈ അന്യഭാഷ എന്നുള്ളത് വിവർത്തനം ചെയ്തത്, ഭാഷ എന്നുള്ളത് അന്യഭാഷ എന്നുള്ളത് ആ ഒരു വിവർത്തനത്തിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കൊരിന്ത്യ സഭയിൽ എന്താണ് സംഭവിച്ചതെന്ന് താരതമ്യം ചെയ്യാനായിട്ട് പൗലോസ് ഈ വാക്യം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ വന്നപ്പോഴത്തേക്ക് അവിടെ അവര് അന്യഭാഷ എന്നുള്ളത് മാറ്റി. അപ്പോൾ അത് തന്നെ പൗലോസ് അവിടെ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അത് അന്യഭാഷ അല്ലെങ്കിൽ മറ്റൊരു ഭാഷ എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അപ്പൊ അന്യഭാഷ സംസാരിക്കുന്നവർ വഴിയാണ് സഭയിൽ വിദേശ ഭാഷകൾ കൊണ്ടുവരുന്നത്. പക്ഷെ അവ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനാല് അവ ആവശ്യമുള്ള ഫലങ്ങള് തരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം വേറൊരു ഭാഷയിൽ ഒരു വ്യക്തി നമ്മുടെ സഭയിൽ വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിന് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഭാഷകള് യഥാർത്ഥ മാനുഷികമായിട്ടുള്ള ഭാഷകളെ പരാമർശിക്കുന്നതാണ് വീണ്ടും ഇത് സ്ഥിരീകരിക്കുന്നത്. അല്ലാതെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ പിന്നീട് നമ്മൾ ഇനി നോക്കുന്നത് ഇതൊരു വിചിത്രമായിട്ടുള്ള ഭാഷയാണോ അതോ അറിയപ്പെടുന്ന മാനുഷിക ഭാഷയാണോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ 1 കൊരിന്ത്യർ 14 പശ്ചാത്തലമാണ്. നമുക്ക് തുറന്നു പഠിക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 1 കൊരിന്ത്യർ 14 അധ്യായമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം ഈ കൊരിന്ത് എന്ന് പറയുന്നത് പുരാതനമായ ഒരു നഗരമായിരുന്നു. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖങ്ങളുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബിസിനസ് കേന്ദ്രമായിരുന്നു ഈ കൊരിന്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഭാഷകളുടെയും ദേശീയതകളുടെയും ഒരു സമ്മേളന കേന്ദ്രമായിരുന്നു കൊരിന്തിലുണ്ടായിരുന്ന ആ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ പല രാജ്യങ്ങളിലുമുള്ള ക്രിസ്ത്യാനികൾ കൊരിന്ത് സന്ദർശിക്കുമ്പോൾ, വാണിജ്യ ആവശ്യത്തിനായി സന്ദർശിക്കുമ്പോൾ അവിടെ വരിക എന്നുള്ളത് പതിവാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് അവിടെ സഭയ്ക്ക് ഒരു കത്തെഴുതാനായിട്ട്, കാര്യങ്ങളൊക്കെയും ക്രമമായും ചന്തമായും നടക്കാൻ വേണ്ടിയിട്ട് പൗലോസ് കത്തെഴുതാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അതുകൊണ്ട് അതിന് കാരണം മനസ്സിലാക്കേണ്ടത് സഭയുടെ നടത്തിപ്പിൽ ചില ക്രമക്കേട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഭ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സുഗമമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 14:40 വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു, സകലതും ഉചിതമായും ചന്തമായും നടക്കട്ടെ എന്നവിടെ പറയുകയാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ചില ക്രമക്കേടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം മറ്റൊരു ഭാഷക്കാരൻ അവിടെ വന്ന് വരുമ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിക്ക് ഒരു പ്രബോധനം പറയുവാനുണ്ടായിരിക്കും. ആ പ്രബോധനം പറയുവാനായിട്ട് അദ്ദേഹം മുതിരുമ്പോൾ അവിടെ വ്യാഖ്യാനി ഇല്ല എന്ന് വന്നു കഴിയുമ്പോഴേക്കും അവിടെ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ അയാളുടെ സ്വന്തം ഭാഷ സംസാരിക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ വരികയും സാഹചര്യം ഉണ്ടായപ്പോഴാണ് പൗലോസ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് 1 കൊരിന്ത്യർ 14 അധ്യായം അതിന്റെ 27ഉം 28ഉം വായിക്കുമ്പോൾ പൗലോസ് അവിടെ വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. എങ്ങനെയായിരിക്കണം അന്യഭാഷയെ അവിടെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തി പള്ളിയിൽ വന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രബോധനം കൊടുക്കുവാനുണ്ടെങ്കിൽ എപ്രകാരമായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് ആ വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് വായിക്കാം. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ എന്നവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അന്യഭാഷക്കാരായ ആളുകൾ പള്ളിയിൽ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പ്രബോധനം പള്ളിയോട് കൊടുക്കുവാനുണ്ടായിരിക്കും. പക്ഷെ അവിടെ നമുക്കറിയാം അന്ന് അവിടെ കൊരിന്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇപ്പൊ കൊരിന്തിൽ അറ്റൻഡ് ചെയ്യുന്ന വിശ്വാസികൾ ബഹുഭൂരിപക്ഷവും ഗ്രീക്ക് ഭാഷക്കാരാണ്. അപ്പോൾ അവിടെ ഒരു അറബി സംസാരിക്കുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ഹീബ്രു സംസാരിക്കുന്ന ഒരു വിശ്വാസി ഒരു പ്രബോധനക്കാരനോ പള്ളിയിൽ വരുമ്പോൾ അദ്ദേഹം അവിടെ ഗ്രീക്ക് ഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ ആർക്കും മനസ്സിലാകാതെ വരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഗ്രീക്ക് ഭാഷ അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹം ഒരു വ്യാഖ്യാനി അവിടെ കൊണ്ടുവരണം. ആ വ്യാഖ്യാനി അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ ആ വ്യാഖ്യാനിയായ മനുഷ്യൻ സംസാരിക്കുന്നത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എത്ര പേർക്കേ പറയാൻ പറ്റത്തുള്ളൂ? പരമാവധി 2 പേര് അല്ലെങ്കിൽ 3 പേര് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ അന്യഭാഷക്കാരൻ വന്നിട്ട് പ്രബോധനം പറയരുത് എന്നുള്ളതാണ് പൗലോസ് അവിടെ കൃത്യമായിട്ടും പറയുന്നത്. ഇനി വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം അപ്പൊ വരുന്ന ഒരു വ്യക്തി കൊറിയക്കാരനാണ്. അദ്ദേഹം കൊറിയ സംസാരിക്കുന്ന വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരു വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും കൂടി സംസാരിക്കട്ടെ. 1 കൊരിന്ത്യർ 14:28 പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ പലപ്പോഴും ഈ വാക്യങ്ങളുടെ അർത്ഥങ്ങളെ ആൾക്കാർ കൂട്ടിക്കളഞ്ഞിട്ട് അതുകൊണ്ട് അന്യഭാഷക്കാർ സഭയിൽ ദൈവത്തോട് സംസാരിക്കുകയാണ്, അന്യഭാഷ സംസാരിക്കുന്ന ആൾ ദൈവത്തോട് സംസാരിക്കുകയാണ് എന്നുള്ളൊരു വ്യാഖ്യാനം അവിടെ കൊടുക്കാറുണ്ട്. പക്ഷെ അവിടെ പറയുന്ന മറ്റൊന്നുമല്ല, വിശ്വാസിയായി ഈ വ്യക്തി പള്ളിയിൽ വന്നിരിക്കുന്നു, അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഭാഷ അറിയത്തില്ല, പക്ഷെ അദ്ദേഹം പള്ളിയിൽ അവിടെ ഇരിക്കട്ടെ, അവൻ ദൈവത്തോട് അവന്റെ ഭാഷയിൽ ദൈവത്തോട് സംസാരിക്കട്ടെ എന്നുള്ളതാണ് പൗലോസ് അവിടെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്യഭാഷ സംസാരിക്കുന്നതിന് കൃത്യമായ ചട്ടങ്ങളുണ്ട്. അത് ഏറിപ്പോയാൽ 2 പേർ അല്ലെങ്കിൽ 3 പേർ, അതിൽ കൂടുതൽ ആളുകൾ അന്യഭാഷ സംസാരിക്കുക. ഇന്ന് നമ്മൾ അന്യഭാഷ സംസാരിക്കുന്ന ഒരു പള്ളിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇത് കാണുവാൻ തക്കണം കഴിയുന്നില്ല. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് അവര് നിർബന്ധിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നതായിട്ടും കാണാം. അപ്രകാരം ക്രമക്കേടുകൾ ഇന്ന് ധാരാളം സഭയിൽ നടക്കുകയും ശബ്ദകോലാഹലം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യർ 14:33 വായിക്കുമ്പോൾ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം എത്ര എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് സഭയില് പലപ്പോഴും അന്യഭാഷ എന്ന് പറയുന്നതായ കൃപാവരത്തെ അബ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹം ധാരാളം ഇന്ന് ക്രൈസ്തവ സഭയിൽ കാണാമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് വളരെ എംഫസൈസ് ചെയ്ത് പറയുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷ സംസാരിക്കുമ്പോൾ ഏറിയ 2 പേരോ 3 പേരോ, അതായത് അന്യഭാഷക്കാരനായ പ്രബോധകൻ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ 2 പേർ അല്ലെങ്കിൽ 3 പേരെ അതിന് അനുവദിക്കാൻ പാടുള്ളൂ. അവർ സംസാരിക്കുമ്പോൾ ഒരു വ്യാഖ്യാനോട് കൂടി വേണം സംസാരിക്കാൻ. എങ്കിൽ മാത്രമേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പറയുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ അർത്ഥമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കിനി തുറന്ന് പഠിക്കാം. ഈ 1 കൊരിന്ത്യർ 14 അധ്യായത്തിലെ 10 പ്രധാനപ്പെട്ട പോയിന്റുകളെ എടുത്തുകൊണ്ട് നമ്മൾ തുറന്ന് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോ റജി പറഞ്ഞ പോലെ നമുക്ക് ഇനി അന്യഭാഷകൾ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട
1 കൊറിന്ത്യർ 14 നിന്നുള്ള 10 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 1 കൊറിന്ത്യർ 14 ഭാഷ ഒരു മനുഷ്യ ഭാഷയെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ മുമ്പിലത്തെ പഠനത്തിൽ നിന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. അന്യ എന്ന പദം പഠനാർത്ഥം വിവർത്തകർ കൂട്ടിച്ചേർത്തതാണെന്നും എന്നാൽ മൂലഭാഷയായി ഈ പദം ഇല്ലെന്നും നാം പഠിച്ചിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. കൊറിന്ത് സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഭാഷാപരം ഉള്ളവരായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പൗലോസ് ആഗ്രഹിച്ചു. അത് 1 കൊറിന്ത്യറിന്റെ 14:5 നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങളിൽ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു. എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചിരുന്നു എങ്കിൽ പൗലോസ് അങ്ങനെ ഇച്ഛിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും അതുകൊണ്ട് എല്ലാവരും അന്യഭാഷാപരം ലഭിച്ചിരുന്നുമില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റായി പ്രവചനപരം അന്യഭാഷാപരത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പൗലോസ് കരുതുന്നു. അത് 1 കൊറിന്ത്യരുടെ 15 ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ഇതിൽ നിന്ന് വ്യാഖ്യാനമില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാലാമത്തെ പോയിന്റായി അന്യഭാഷകൾ സംസാരിക്കുന്നവൻ അവന് ഒരു വ്യാഖ്യാതാവ് ഉണ്ടെങ്കിൽ മാത്രം സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു എന്നും അങ്ങനെ ഇല്ല എങ്കിൽ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 1 കൊറിന്ത്യറിന്റെ 14:4-5 ഒന്ന് നോക്കാം. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. അതുകൊണ്ട് വ്യാഖ്യാനമില്ലെങ്കിൽ സഭയ്ക്ക് ആത്മീയ വർധനവ് ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റോമറിന്റെ 10:17 ഇങ്ങനെ പൗലോസ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ സംസാരിച്ചാൽ എങ്ങനെയാണ് സഭയ്ക്ക് വചനം കേൾക്കാതെ ആത്മീയ വർധനവ് ഉണ്ടാകുന്നത്? നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇനി 5-ാമത്തെ പോയിന്റായി സഭയിലെ മറ്റാരേക്കാളിലും അന്യഭാഷകളില്, അതായത് മറ്റ് മനുഷ്യ ഭാഷകളില് സംസാരിക്കുന്നുവെന്ന് പൗലോസ് പറയുന്നു. എങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ അത് സഭയ്ക്ക് ഫലപ്രദമല്ലെന്ന വസ്തുത അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. 1 കൊറിന്ത്യറിന്റെ 14:18-6 വാക്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6-ാം വാക്യം ഇങ്ങനെ നോക്കാം. ഇങ്ങനെ കാണാം: സഹോദരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അത് പൗലോസ്ലിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? പൗലോസ് പല ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സഭകൾ ഉണ്ടാക്കിയതുകൊണ്ട് അവരോട് ഓരോരുത്തരോടും അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷകളിലാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സംസാരിച്ചതെന്നും അല്ലാതെ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലല്ല എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലായിരുന്നുവെങ്കിൽ സഭയ്ക്ക് ഉണർവ് ഉണ്ടാവുകയില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായത്തിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ 6-ാമത്തേത് ഭാഷാപരം അവിശ്വാസികൾക്ക് അടയാളമായിട്ട് നൽകിയിട്ടുള്ളതാണെങ്കിൽ പ്രവചനം വിശ്വാസികൾക്ക് ഉള്ളതാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ സഭയിൽ പ്രവചനമാണ് പ്രാധാന്യമുള്ളതെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്ന വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ
അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. 7ാമത്തെ പോയിന്റ് ഇതാണ്: ഭാഷാപരത്തിന്റെ അനുചിതമായിട്ടുള്ള ഉപയോഗം സഭയെ അവിശ്വാസിയുടെ മുമ്പിൽ ഭ്രാന്തുള്ളതായിട്ട് ചിത്രീകരിക്കാൻ കാരണമാകുന്നു എന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നു. 23ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സഭ ഒക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലേ? അപ്പൊ എല്ലാവരും ഒരുമിച്ച് അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ, വെളിയിൽ നിന്ന് അവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി അകത്ത് വരികയാണെങ്കിൽ ഇവർക്ക് ഭ്രാന്തുണ്ട് എന്ന് തെറ്റിദ്ധരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 8ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: സഭയുടെ നവീകരണത്തിനായിട്ടാണ് ആത്മീയ വിവരങ്ങൾ നൽകപ്പെടുന്നതെന്ന വസ്തുത പൗലോസ് വളരെ വ്യക്തമായിട്ട് ഊന്നി പറയുന്നു. 1 കൊരിന്ത്യർക്ക് ഇതിലേക്കാണ് 14ാമത്തെ അധ്യായം 26ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായിട്ട് ഉതകട്ടെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ 9ാമത്തെ പോയിന്റ് ഭാഷാപരം സഭയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന നിയമങ്ങളുമായിട്ട് പൗലോസ് സഭയെ നിർദ്ദേശിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. 1 കൊരിന്ത്യർക്ക് ഇതിലെ ലേഖനം 14ാമത്തെ അധ്യായം 27ഉം 28ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും കൂടി സംസാരിക്കട്ടെ. ഇതാണ് അന്യഭാഷയെ സംബന്ധിച്ചുള്ള നിയമം. അപ്പൊ സഭയിൽ സംസാരിക്കുമ്പോൾ 2 പേരോ ഏറിയാൽ 3 പേരോ ആകണം. അവർ ഓരോരുത്തരായിട്ട് സംസാരിക്കണം, ഒരുമിച്ചല്ല. ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യണം. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ഇരിക്കണമെന്നാണ് പറയുന്നത്. അവസാനത്തെ പോയിന്റ്: കൊരിന്ത്യ സഭയിലെ അംഗങ്ങൾക്ക് സഭാസേവനങ്ങൾ മാന്യമായിട്ടും ക്രമമായിട്ടും നിർവഹിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. 40ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സകലതും ഉചിതവും ക്രമമായിട്ട് നടക്കട്ടെ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചുവെങ്കിലും പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഇതാണ്: അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്, ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ തുടർന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്, അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കുവാണോ, അതോ അതുപോലെ തന്നെ അന്യഭാഷ എന്നുള്ളത് ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു ഭാഷയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 1 കൊരിന്ത്യർ 14:2 ഈ ഒരു ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ വായിക്കുന്നു: അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ ഭാഷ എന്നുള്ളൊരു വാക്ക് ഒരു മാനുഷികമായിട്ടുള്ള ഭാഷയെ കാണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ അന്യ എന്ന വാക്ക് അത് ബൈബിളില് വിവർത്തനം ചെയ്തവർ നൽകിയ ഒരു പദമാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ച് പൗലോസ് നിർദ്ദേശിച്ച ചില നിയമങ്ങളും നമ്മൾ പഠിച്ചു. അതെന്താണത്? 1 കൊരിന്ത്യർ 14:28 നമ്മളത് കണ്ടതാണ്. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. എന്നാൽ ഈ ഒരു വാക്യം പല ക്രിസ്ത്യാനികളും ഇന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനർത്ഥം എന്താണ്? അവർ പറയുന്നു അന്യഭാഷ സംസാരിക്കുന്നവര് ആത്മാവിൽ അവർ മർമ്മങ്ങളെ സംസാരിച്ച് അവർ ദൈവത്തോട് സംസാരിക്കുകയാണ്, അത് പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരമാണ് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പൊ മർമ്മം എന്നുള്ളത് എന്താണ്? ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മർമ്മം എന്നുള്ളത് എന്ന പദം പുതിയ നിയമത്തിൽ 28 തവണ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതില് 21 തവണയും ഇത് സ്വർഗരാജ്യത്തിന്റെ മർമ്മത്തെയും അനുബന്ധമായിട്ടുള്ള ആശയങ്ങളെയും കാണിക്കാനായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 തെസ്സലോനിയർ 2:7 അധർമ്മത്തിന്റെ മർമ്മത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വെബിനാറുകളിലൊക്കെ പഠിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ വെളിപ്പാട് 1:20 7 നക്ഷത്രങ്ങളുടെ മർമ്മത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ വെളിപ്പാട് 17 വേശ്യയുടെ മർമ്മം എന്നിവയാണ് ചില മർമ്മങ്ങൾ. പിന്നെ അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15 അധ്യായം 51 52 നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, മറിച്ച് യേശുവിന്റെ 2ാം വരവിൽ അവർ രൂപാന്തരപ്പെടും എന്നതാണ് വേറൊരു മർമ്മമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യത്തില് പൗലോസ് ഏത് തരം മർമ്മമാണ് പരാമർശിക്കുന്നത്? ഈ ഒരു 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ ഏതൊരു മർമ്മത്തെയാണ് പരാമർശിക്കുന്നത്? ഒരു വ്യാഖ്യാതാവ് ഇല്ലാതെ വന്നാല് അന്യഭാഷയുള്ള ഒരു വ്യക്തി സഭയിൽ മൗനം പാലിക്കണമെന്ന് പൗലോസ് വളരെ ലളിതമായിട്ട് അവിടെ പരാമർശിക്കുകയാണ്. എന്നാൽ എല്ലാ ഭാഷയും ദൈവം മനസ്സിലാക്കുന്നതിനാല് അവന് ദൈവത്തോട് സംസാരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു അന്യഭാഷ നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, രജി ബ്രദർ അത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അന്യഭാഷ സംസാരിക്കാനായിട്ട് അന്യഭാഷ മാത്രമേ സംസാരിക്കുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവന്റെ ഭാഷ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ ആ സഭയിൽ മൗനമായിട്ടിരുന്നു കൊണ്ട് അവന്റെ ഭാഷയിൽ തന്നെ ദൈവത്തോട് സംസാരിക്കട്ടെ
എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പോൾ അവന് ദൈവത്തോട് സംസാരിക്കാനായിട്ട് കഴിയും. എന്നാൽ വീണ്ടും അവന്റെ ഭാഷ കേൾക്കുന്ന മറ്റുള്ളവർക്ക് അതൊരു മർമ്മമായിട്ടിരിക്കുകയാണ്. കാരണം അത് അവർക്കൊരു അന്യഭാഷയാണ്. കാരണം അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർക്കൊരു മർമ്മമായിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാക്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന വേറൊരു വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14:14 ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വാക്യം ഉദ്ധരിക്കുന്നതിലൂടെ അന്യഭാഷ സംസാരിക്കുന്ന ആൾക്ക് പോലും അവൻ സംസാരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെന്നാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. ഇത് സത്യമാണോ? ഈ വാക്യം അങ്ങനെ പറയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു എന്നുള്ളതാണ്. അഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? അഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം കായ്ക്കുന്നില്ല എന്നാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അത് അഫലമാണ്. കാരണം ഞാൻ പറയുന്ന ഒരു ഭാഷ വേറൊരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന് യാതൊരു പ്രയോജനമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ചില ജൽപ്പനങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് അഫലമായിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ സംസാരിക്കുന്ന കാര്യം മനസ്സിലാകുന്നുവെന്ന് ഇനിയുള്ള വാക്കുകൾ തെളിയിക്കുകയാണ്. 1 കൊരിന്ത്യർ 14:15 നമുക്ക് വായിക്കാം: ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. അപ്പൊ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഭാഷ പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഷയാണെന്ന് ചിലർ ഒരുപക്ഷെ പറഞ്ഞേക്കാം. അവിടെ മനുഷ്യരോട് സംസാരിച്ചുവെങ്കിൽ ഇവിടെ ദൈവത്തോട് സംസാരിക്കാനായിട്ടുള്ള ഒരു ഭാഷയാണെന്നും ചിലര് ഒരുപക്ഷെ അത് വാദിച്ചേക്കാം. എന്നാൽ പൗലോസ് ഇവിടെ സഭയില് ഭാഷാപരം സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. കാരണം 1 കൊരിന്ത്യർ 14:28 നമ്മൾ വായിച്ചതാണ്. എന്താണ്? വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോട് ഇവിടെ വിചിത്രമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുവാനായിട്ട് സഭാംഗങ്ങളെ ഈ ഒരു അധ്യായം ഒരിടത്തും പ്രബോധനം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിന് എന്താണ്? ദൈവത്തിന് എല്ലാ ഭാഷയും മനസ്സിലാകും. ഏത് ഭാഷയിൽ സംസാരിച്ചാലും ദൈവത്തിന് മനസ്സിലാകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സഭയോട് പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് ഒരു വ്യാഖ്യാതാവ് ഉണ്ടായിരിക്കണം എന്ന് പൗലോസ് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുകയാണ്. അത് ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നിർദ്ദേശിക്കുകയാണ്. വ്യാഖ്യാതാവിന്റെ അഭാവം വീണ്ടും ഒരു പൊതുപ്രസംഗത്തിൽ നിന്നും ഈ ഒരു അന്യഭാഷ സംസാരിക്കുന്നവനെ വിലക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം ദൂതന്മാരുടെ ഭാഷ എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ദൂതന്മാരുടെ ഭാഷ എന്ന് പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. അതായത് ഇന്ന് ഇപ്പൊ അന്യഭാഷ സംസാരിക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ സംസാരിക്കുന്നത് പെന്തക്കോസ്ത് നാളിലെ ഭാഷയാണോ? അന്ന് പെന്തക്കോസ്ത് നാളിൽ സംസാരിച്ചത് ഏവർക്കും മനസ്സിലായ ഭാഷയാണല്ലോ. അപ്പോൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ സംസാരിക്കുന്ന ദൂതന്മാരുടെ ഭാഷയാണ്, അത് മറ്റാർക്കും മനസ്സിലാകുന്നതല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, പിശാചിന് മനസ്സിലാകാത്ത ഒരു പ്രത്യേകതരം ഭാഷയാണ് എന്നൊരു ആർഗ്യുമെന്റ് കാണാറുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് പരിശോധിക്കാം. അത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ മനുഷ്യന്മാരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പെന്തക്കോസ്ത് നാളിൽ സംസാരിച്ച ഭാഷകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പൗലോസ് ഈ വാക്യത്തിൽ പറയുന്ന ദൂതന്മാരുടെ ഭാഷ എന്ന് പലരും പഠിപ്പിക്കുകയും അപ്രകാരം ആളുകളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ അവരൊരു സ്വർഗീയ ഭാഷ എന്നാണ് വിളിക്കുന്നത്. അതിനവർ പറയുന്നത് സാത്താന് മനസ്സിലാകാത്ത, ദൈവവുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു രഹസ്യ കോഡാണ് ഇതെന്നും, അതുകൊണ്ട് മറ്റാർക്കും ഇത് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് സാത്താന് മനസ്സിലാകത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് വിശദീകരിക്കുന്നത്. എന്നാൽ മനഃപൂർവ്വമായിട്ട് അവർ മറന്നുപോകുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് സാത്താനും ഒരു ദൂതനായിരുന്നു എന്നുള്ള വസ്തുതയാണ്. സാത്താന് മനസ്സിലാകാത്ത ഭാഷ എന്ന് പറയുന്നത് ഇല്ല, കാരണം സാത്താനും സ്വർഗത്തിലെ ഒരു ദൂതനായിരുന്നു. അപ്പൊ ദൂതന്മാരെ സംസാരിക്കുന്ന ഭാഷ സാത്താനും മനസ്സിലാകുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പൊ പൗലോസ് ദൂതന്മാരുടെ ഭാഷ അറിയാമെന്നും ആ ഭാഷയിൽ പൗലോസ് സംസാരിച്ചെന്നൊക്കെ ഇവർ പഠിപ്പിക്കുന്നു. സഭയ്ക്കും ഈ വരം ഉണ്ടായിരിക്കണമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. ഈ പഠിപ്പിക്കൽ ശരിയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. അവിടെ ഇപ്രകാരം പൗലോസ് പറയുകയാണ്: ഞാൻ മനുഷ്യന്മാരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളിലും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. അടുത്ത വാക്യം:
എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. ഇവിടെ പൗലോസ് ഈ വാക്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാത്തിനേക്കാളും വലുത് സ്നേഹമാണ് എന്നുള്ള മെസ്സേജാണ് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം പൗലോസ് ഒരിക്കലും വിശ്വാസത്താൽ തന്റെ ഒരു പർവ്വതത്തെ നീക്കിയിട്ടില്ല, അല്ലെങ്കിൽ തന്റെ ശരീരം കത്തിക്കാൻ അനുവദിച്ചിട്ടുമില്ല. ഈ കാര്യമൊക്കെ നമുക്കറിയാം. ഇതെല്ലാം ചെയ്താലും സ്നേഹമില്ല എങ്കിൽ താൻ ഒന്നും നേടുന്നതെന്ന് പൗലോസ് ലളിതമായ സാങ്കല്പിക ഭാഷയിൽ വിവരിക്കുകയാണ്. പലപ്പോഴും ഇത് വെച്ചുകൊണ്ട് ആൾക്കാർ ദൂതന്മാരുടെ ഭാഷയുണ്ട്, അത് പൗലോസ് സംസാരിച്ചിരുന്നു, അതുകൊണ്ട് നമ്മൾ ദൂതന്മാരുടെ ഭാഷയിൽ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം എന്നുള്ള ആർഗ്യുമെന്റ് ഒക്കെയും ഇന്ന് കടന്നു വരുന്നു. അത് തീർത്തും ബൈബിളിന് യാതൊരുമായിട്ട് ബന്ധവുമില്ല. അതൊക്കെയും ആളുകളുടെ സ്വന്തം വ്യാഖ്യാനമാണ്. ഇവിടെ പൗലോസ് ഈ 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെയാണ് പഠിപ്പിച്ചു തരുന്നത്. വളരെ ലളിതമായ ഭാഷയിൽ അതിനെ ഒരു സാങ്കല്പിക ഭാഷയായിട്ട് അവിടെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനാൽ തനിക്ക് ദൂതന്മാരുടെ ഭാഷയാണെന്ന് പൗലോസ് അവകാശപ്പെടുന്നില്ല. ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചിട്ടില്ലെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. ദൂതന്മാരുടെ ഭാഷ സംസാരിക്കാൻ അദ്ദേഹം സഭയെ ഒരിക്കലും പ്രബോധിപ്പിക്കുന്നുമില്ല. 2 ഭാഷകളെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ഒന്ന്, നാം ഈ ഭൂമിയിൽ നിന്നും പഠിച്ചെടുത്ത നമ്മുടെ മാതൃഭാഷ ഉൾപ്പെടെയുള്ള ഭാഷകൾ. രണ്ടാമത്, പരിശുദ്ധാത്മാവിനാൽ നേടിയ നമ്മൾ പഠിച്ചെടുക്കാത്ത എന്നാൽ ഇന്ന് മനുഷ്യർ ഉപയോഗിക്കുന്ന മറ്റു ഭാഷ. ഈ 2 ഭാഷകളെ പറ്റിയേ നമ്മൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. ഒന്ന്, നമ്മൾ ജനിച്ച ഭാഷ, നമ്മുടെ മാതൃഭാഷ. മറ്റൊന്ന്, നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ ആത്മാവിന്റെ അഭിഷേകത്താൽ നമുക്ക് ലഭിച്ച, പഠിക്കാതെ നമ്മൾ സ്വായത്തമാക്കിയെടുത്ത ഒരു ഭാഷ. അത് ദൈവത്തിന്റെ ഗിഫ്റ്റ് കൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ഭാഷയാണ്. അതും മറ്റുള്ള മനുഷ്യർ സംസാരിക്കുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ളതായിരിക്കണം. ഈ 2 ഭാഷകളെ പറ്റി മാത്രമേ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. ഇനി മറ്റൊരു ചോദ്യം, ലോകത്തിൽ ആർക്ക് ദൂതന്മാരുടെ ഭാഷ സംസാരിക്കാൻ കഴിയും? ദൂതന്മാർ മനുഷ്യരുമായി വിചിത്ര ഭാഷ സംസാരിച്ച ഒരു സംഭവം ബൈബിളിൽ എവിടെയും നാം കാണുന്നില്ല. നമുക്ക് ബൈബിളിലെ പല ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യൻ ദൂതന്മാരുമായിട്ട് സംസാരിച്ച ധാരാളം സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഹാഗാർ, മോശ, മനശ്ശെ, ദാനിയേല്, യോഹന്നാന്, അങ്ങനെ അതുപോലെ എലിസബത്ത്, സ്നാപ യോഹന്നാന്, പത്രോസ്, വെളിപ്പാടുകാരനായ യോഹന്നാൻ, ഇവരൊക്കെയും ദൂതന്മാരുമായിട്ട് സംസാരിച്ചതായിട്ട് ധാരാളം എക്സാമ്പിൾ ബൈബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരാരും തന്നെ ഒരു വിചിത്രമായ ഭാഷയല്ല അവിടെ സംസാരിച്ചത്. ദൂതന്മാർ വന്നിട്ട് ഈ വ്യക്തികൾ സംസാരിക്കുന്ന ഭാഷയാണോ ആ ഭാഷയിൽ തന്നെയാണ് അവരോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും, ദൂതന്മാരുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു വികൃതമായ ഭാഷയോ അല്ലെങ്കിൽ വികൃതമായ ജൽപ്പനങ്ങളോ സൗണ്ടുകളോ ഒന്നുമല്ല എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കും. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഇതാണെന്ന് ഒരു ഭാഷകളാണ് ദൂതന്മാർ സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ ദൂതന്മാരുടെ ഭാഷയിൽ ദൈവത്തോട് വിചിത്രമായി സംസാരിക്കണം, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കണം. അത് സാത്താന് മനസ്സിലാകത്തില്ല എന്നുള്ളതൊക്കെയും തീർത്തും വചനവിരുദ്ധമായ പഠിപ്പിക്കലാണെന്ന് ഈ സമയത്ത് അടിവരയിട്ട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇനി മറ്റൊരു ചോദ്യം, സാധാരണ നിങ്ങൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായി, നിങ്ങൾ അന്യഭാഷാവരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എന്ന ചോദ്യം പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കാം. ഇന്ന് പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അന്യഭാഷാവരം ലഭിക്കുമെന്നുള്ളതാണ്. ഒരു കാരണവശാലും ബൈബിൾ അപ്രകാരം എല്ലാവരും ആത്മാവിന്റെ അഭിഷേകം ലഭിച്ച എല്ലാവരും അന്യഭാഷകളെ നിർബന്ധമായും സംസാരിക്കണമെന്ന് ഒരു കാരണവശാലും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. പിന്നെ ചില സഭകളും ചില കൂട്ടായ്മകളുമാണ് അപ്രകാരം ശഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 29, 30, 28, 29, 30 വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിവിധതരം ഭാഷാവരങ്ങളെ പറ്റി പറയാണ്, വിവിധതരം വരങ്ങളെ പറ്റി, കൃപാവരങ്ങളെ പറ്റി പറയാണ്. ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലൻ, 2ാമത് പ്രവാചകൻ, 3ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്യുന്നു. അപ്പൊ നോക്കി, ആ ലിസ്റ്റില് ഭാഷാവരം എന്ന് പറയുന്ന അവസാനമാണ് ദൈവം കൊടുക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് പല വരങ്ങളും ദൈവം നൽകുന്നുണ്ട്. അത് കൃപാവരമായിട്ട് നമ്മൾ കാണണം. പരിപാലനവരം നമ്മൾ ആരും സംസാരിക്കാത്ത ഒരു കാര്യമാണ്. പരിപാലനവരം എന്താണ്? പരിപാലനവരം മറ്റുള്ളവരെ പരിപാലിക്കുക, നമ്മുടെ സഹജീവികളെ പരിപാലിക്കുക. അത് മനുഷ്യനായാലും മൃഗമായാലും നമ്മൾ അവരെ പരിപാലിക്കുക എന്നുള്ളതാണ്. അതൊരു വരമായിട്ടാണ് ദൈവം പറയുന്നത്. അതിനെപ്പറ്റി ഒന്നും ആരും സംസാരിക്കുന്നില്ല. അതുപോലെ തന്നെ സഹായം ചെയ്യാനുള്ള വരം, രോഗശാന്തികളുടെ വരം, ഇന്ന് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് രോഗശാന്തിയുടെ വരം. അതുപോലെ തന്നെ വീരപ്രവൃത്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ദൈവം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അടുത്ത വാക്യം പറയുന്നു, എല്ലാവരും അപ്പോസ്തലന്മാരോ? ക്വസ്റ്റ്യൻ മാർക്കിട്ടാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അപ്പോസ്തലന്മാരാൻ പാടില്ല, ഒരിക്കലും കഴിയത്തില്ല. എല്ലാവരും പ്രവാചകന്മാരോ? ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? അതും ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യുന്നതോ? അതും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാവരും വീര്യപ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഷയിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷയിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ സുവിശേഷത്തിന് വേണ്ടി ചെയ്യാവോ, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, സകല ജാതികളോടും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗ്രേറ്റ് കമ്മീഷൻ. അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ സ്വായത്തമാക്കിയിരിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് എത്ര എഫക്റ്റീവായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതെനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് 1000 ഭാഷ അറിയാമെന്ന് പറയുന്നുണ്ട് എന്ത് കാര്യം? എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്റെ മാതൃഭാഷയിൽ
എനിക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്ന ഈ സത്യ വെളിച്ചത്തെ ഞാൻ മറ്റുള്ളവർ പങ്കുവെക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അനേകം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് പറയുന്നതുകൊണ്ട് എന്ത് പറയാനോ ഒരു പ്രയോജനമില്ല. ഈ ഭാഷാപരത്തിന്റെ പ്രധാന ഉദ്ദേശം സുവിശേഷം സകലരും എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കാം ഇതിന്റെ കൃപാവരത്തിന്റെ ഓരോരോ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഓരോ കൃപാവരത്തിനും പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. അത് ദൈവം ആണ് ഓരോരുത്തർക്ക് അനുയോജ്യമായിട്ടുള്ള വരങ്ങൾ നൽകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാ വരങ്ങളും ഒരുപോലെ കിട്ടുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എല്ലാ വരത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റത്തില്ല. ദൈവത്തോട് നമ്മൾ അല്ലെങ്കിൽ വിവിധ കൃപാവരത്തിന് വേണ്ടി നമുക്ക് യാചിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഉചിതമായിട്ടുള്ള ആ വരങ്ങൾ നമുക്ക് ദൈവം നൽകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഭാഷാവരം നൽകപ്പെട്ടതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. അല്ല, പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ രണ്ടും ഇതാണ്. അത് വിശ്വാസികൾക്ക് അവിശ്വാസികൾക്ക് ഒരു അടയാളമായിട്ട് നൽകിയതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭാഷാവരം ഈ അതിർവരമ്പുകളെ മറികടന്ന് സുവിശേഷം വിവിധ സ്ഥലത്ത് എത്തിക്കുവാനായിട്ടൊരു മാധ്യമമായി തീർന്നു എന്ന് നമ്മൾ കണ്ടു. ഇനി ബൈബിളിൽ നമ്മൾ ഉടനീളം എടുത്തു നോക്കിയാൽ അനേകം ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ആവാസം നമ്മൾ കാണും. ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിൽ നമുക്കറിയാം പാവന്ത പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതായിട്ട് നമ്മൾ കാണും. അവിടെ കർത്താവ് യേശു ക്രിസ്തു അന്യഭാഷകൾ സംസാരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല, ശരിയല്ലേ? അതുപോലെ തന്നെ സ്നാപക യോഹന്നാന്റെ പിതാവായിട്ടുള്ള സക്രിയാവിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. അദ്ദേഹം അന്യഭാഷകൾ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. വീണ്ടും അദ്ദേഹത്തിന് മാതാവായിട്ടുള്ള എലിസബത്ത് യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരം മുതൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. എന്നാൽ അവിടെ സ്നാപക യോഹന്നാൻ ഒരിക്കലും അന്യഭാഷകൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. സ്തെഫാനോസ്, പത്രോസ്, അതുപോലെ വെളിപ്പാടുകാരനായ യോഹന്നാൻ നമ്മൾ കാണുമ്പോൾ ആത്മവിവശനായിട്ട് മാറിയതൊക്കെ നമ്മൾ കാണും. ആത്മാവിൽ അദ്ദേഹം നിറഞ്ഞവനായിട്ടൊക്കെ കാണുമ്പോഴും അവിടെ അന്യഭാഷ വരം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭാഷാവരം കിട്ടുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ആവസിച്ചതായിട്ട് ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ ഇവരാരും അന്യഭാഷകൾ സംസാരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനർത്ഥം പരിശുദ്ധാത്മാവ് വരുമ്പോഴെല്ലാം അന്യഭാഷാ വരത്തിൽ അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കണം അല്ലെങ്കിൽ ഭാഷാവരം ലഭിക്കണം എന്നുള്ള വാദം തള്ളപ്പെടുകയാണ് ഇവിടെ. അതുകൊണ്ട് ഭാഷാവരം എന്തിനു വേണ്ടിയാണ് നൽകപ്പെട്ടതെന്നും അതുപോലെ തന്നെ ആ ഭാഷാവരം കൊണ്ട് ശിഷ്യന്മാർ എന്തെല്ലാം നേടിയെന്നും തിരുവചനത്തിൽ ഒരു തുറന്ന കണ്ണോടുകൂടി പരിശോധിക്കുകയാണെങ്കിൽ കൃപാവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിട്ടും ഈ തെറ്റായിട്ടുള്ള ഉപദേശത്തിനെതിരായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനും അത് വേർതിരിച്ചറിയുവാനും സഹായിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലായിട്ട് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയെ നമ്മെ എൽഡർ തോമസ് കളപ്പുരയിൽ നയിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് തലകൾ വണങ്ങി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, അങ്ങ് ഞങ്ങൾക്കായി തന്ന ഈ സമയത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, ഞങ്ങളിപ്പോൾ പഠിച്ച വിഷയത്തെക്കുറിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടവരെ അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ, കേട്ടവരുടെ കൂടെ അങ്ങ് ഉണ്ടായിരിക്കണമേ. അവർക്ക് അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിപ്പാനും സത്യമോ എന്ന് അന്വേഷിക്കാനും അങ്ങയുടെ സത്യത്തിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാകാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നാഥ, അങ്ങുമായിട്ടൊരു അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ടാകാനായിട്ടും അതുവഴി സാധിക്കണമേ പിതാവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ.